ലൗകികമായ കാഴ്ചപ്പാടുകളോടെ നോക്കുമ്പോൾ ആത്മീയതയിൽ വിഹരിക്കുന്നവർ, ഗുരുദേവ സങ്കല്പങ്ങളിൽ സഞ്ചരിക്കുന്നവർ, സത്യത്തിനു വേണ്ടി പോരാടിയവർ, ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവർ, ത്യാഗികളായവർ, സമർപ്പിതരായവർ അവരെന്താണ് നേടിയത്? അവരുടെ നേട്ടം ആന്തരികമാണ്. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഇതാ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴിയിൽ രണ്ടു തരത്തിലുള്ള പരിതസ്ഥിതികൾ ഉയർന്നു വരുന്നു. ഒന്നാമത്തെ സാഹചര്യവും സാധ്യതയും എന്നത് ലോകം മുഴുവനുമുള്ള മനുഷ്യർ ചെയ്യുന്നത് പോലെ ലൗകികമായി ജീവിക്കുക. രണ്ടാമത്തേത് ഗുരുദേവൻ പറഞ്ഞു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുക. ഇതിലൊന്ന് തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് സൗഭാഗ്യശാലികളായി ജീവിക്കാം, അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് മുകളിൽ ആ സൗഭാഗ്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ട് ധ്രുവിനെ പോലെ, പ്രഹ്ലാദനെ പോലെ, മഹാപുരുഷനെ പോലെ, മഹാമാനവനെ പോലെ മുദ്രണം ചെയ്യപ്പെട്ട ജീവനുമായി നമുക്ക് മടങ്ങാം. നെഞ്ചിനുള്ളിൽ, ആത്മാവിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ട് മുന്നേറാം. അതല്ല എങ്കിൽ പൊതുജനത്തെ പോലെ ജീവിക്കാം, കൊല്ലപ്പെടാം, മരിക്കാം, ദഹിപ്പിക്കപ്പെടാം. ഭൂമിയിൽ ജനിക്കുന്ന ആർക്കും തന്നെ അമരത്വം അവകാശപ്പെടാനാവില്ല. മരിക്കാത്തവരായി ആരുമില്ല. എന്തു കാരണത്തിനു വേണ്ടി മരിക്കുന്നു എന്നത് നിങ്ങളുടെ സൗഭാഗ്യപൂർണമായ ജീവിതം നിർണയിക്കുന്നു. ഒരു സാധാരണ കൊലയാളിക്കും ഭഗത് സിംഗിനും മരണം ലഭിക്കുന്നു. രണ്ടുപേരും കൊല്ലപ്പെട്ടത് തൂക്കുകയറിലൂടെ ആവാം. പക്ഷേ മരണകാരണം വ്യത്യസ്തമായിരിക്കും. ഗുരുദേവന് വേണ്ടിയാണ് നാം മരിക്കുന്നതെങ്കിൽ നാം സൗഭാഗ്യശാലികളാണ്. ഒരു തീപിടുത്തമുണ്ടാവുമ്പോൾ ആത്മാർത്ഥമായി തീ അണയ്ക്കാൻ പോകുന്നവരുണ്ടാവാം. അതുപോലെ തന്നെ അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കാൻ പോകുന്നവരും ഉണ്ടാവാം. നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം, നാളെ ഈ ലോകത്തിന്റെ ചരിത്രം എഴുതുമ്പോൾ നമ്മളുടെയൊക്കെ പേരുകൾ അഗ്നിയെ അണയ്ക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവട്ടെ എന്ന്, തമാശ കാണാൻ തിരക്ക് കൂട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നും. ഇത് തിരഞ്ഞെടുക്കാനുള്ള സമയമാണിപ്പോൾ.